നമസ്കാരം. വിക്രമാദിത്യൻ കഥകളുടെ അടുത്ത അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും മുടങ്ങാതെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വിക്രമാദിത്യൻ കഥകൾ കേൾക്കാൻ എന്നെനിക്കറിയാം. കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ചാനൽ എത്തിക്കാൻ നിങ്ങളും ശ്രമിക്കണം. കഴിയുന്നത്ര ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുകയും വേണം. ഇനി നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം. പതിവ് പോലെ വിക്രമാദിത്യന്റെ തോളിലേറിക്കൊണ്ട് വേതാളം ഇന്നത്തെ കഥ പറയാൻ ആരംഭിച്ചു. ഇന്ന് വേതാളം പറഞ്ഞ കഥ ഇതായിരുന്നു. പണ്ടൊരിക്കൽ ഗന്ധർവ രാജ്യത്ത്, മലയ പർവ്വതത്തിന്റെ താഴ്വരയിലുള്ള ഗന്ധർവ രാജ്യത്ത് ജീമൂതകേതു എന്ന ഒരു രാജാവ് ഭരിച്ചിരുന്നു. അദ്ദേഹം കൽപ്പവൃക്ഷത്തിന്റെ ആരാധകനായിരുന്നു. ചോദിക്കുന്നത് എന്തും നൽകുന്ന സ്വർഗരാജ്യത്ത് ദേവേന്ദ്രന്റെ കൊട്ടാരത്തിൽ വളരുന്ന വൃക്ഷമാണ് കൽപ്പവൃക്ഷം. കൽപ്പവൃക്ഷത്തിന്റെ ആരാധകനായിരുന്ന അദ്ദേഹത്തിന് ആ ആരാധന കൊണ്ടും ഭക്തി കൊണ്ടും ഒരു പുത്രൻ ജനിച്ചു. പുത്രന്റെ പേര് ജീമൂത വാഹനൻ. ചെറുപ്പം തൊട്ട് തന്നെ അച്ഛന്റെ ഈ ഭക്തിയൊക്കെ കണ്ട് വളർന്ന ജീമൂത വാഹനനും കൽപ്പവൃക്ഷത്തിന്റെ ആരാധകനായിരുന്നു. കൗമാരമായി യൗവനമായി അപ്പോഴും ജീമൂത വാഹനന്റെ പരമമായ ഭക്തി കണ്ട് സന്തോഷം പൂണ്ട കൽപ്പവൃക്ഷം ഭൂമിയിൽ ജീമൂത വാഹനന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, അല്ലയോ ഭക്ത, നിന്റെ പരമമായ ഭക്തിയിലും ആദരവിലും എനിക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ട്. നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? ജീമൂതവാഹനൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: എനിക്ക് പ്രത്യേകിച്ച് വരങ്ങളൊന്നും വേണ്ട. പക്ഷേ എൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും അവർക്ക് വേണ്ട എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ടാവണം, എന്നും അഭിവൃദ്ധി ഉണ്ടാവണം. ഇതാണ് എനിക്ക് ആവശ്യമുള്ള വരം. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പവൃക്ഷം പറഞ്ഞു. അല്പകാലത്തിനുള്ളിൽ ഗന്ധർവ രാജ്യം അഭിവൃദ്ധിപ്പെട്ടു. ജനങ്ങൾക്കെല്ലാം എല്ലാ വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും വരാൻ തുടങ്ങി. നാൾക്ക് നാൾ അഭിവൃദ്ധി വർദ്ധിച്ചു വരാൻ തുടങ്ങി. രാജാവിനും ജീമൂതവാഹന കുമാരനും സന്തോഷമായി. പക്ഷേ കാലം ചെല്ലുന്തോറും പതിയിരുന്ന ഒരു അപകടം പുറത്തു വരാൻ തുടങ്ങി. അത് മറ്റൊന്നുമല്ല, ഈ ജനങ്ങൾക്കൊക്കെ എല്ലാ സുഖ സൗകര്യങ്ങളും അഭിവൃദ്ധിയും വന്നു കഴിഞ്ഞപ്പോൾ അവര് സ്വാഭാവികമായും മടിയന്മാരായി, സുഖലോലുപരായി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ചിന്ത. അത് കുറേശ്ശെ ഈ ഉച്ചനീചത്വ ഭേദങ്ങളൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സുഖസമൃദ്ധിയാണല്ലോ. അപ്പൊ ജനങ്ങൾക്കിടയിൽ പരസ്പരമുള്ള വിശ്വാസവും ബഹുമാനമൊക്കെ പോയി. രാജശാസനങ്ങളൊന്നും ആരും അനുസരിക്കാതായി. രാജ്യത്ത് നിയമങ്ങൾക്കൊന്നും ഒരു വിലയില്ലാത്ത അവസ്ഥയായി. പരസ്പരം വഴക്കടിക്കാൻ തുടങ്ങി. വ്യക്തിവിദ്വേഷങ്ങൾ വളർന്ന സമൂഹത്തിലെ വിദ്വേഷമായി. എന്തിനു പറയണു, രാജ്യത്തെ സമാധാനവും ക്രമസമാധാനവും എല്ലാം പോയി. ഇതിനെല്ലാം കാരണക്കാരായിട്ടുള്ള രാജാവിനെയും കുടുംബത്തെയും തന്നെ ഈ രാജ്യത്തുനിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി വന്ന അവരെ വധിക്കാൻ തയ്യാറായിക്കൊണ്ട് ഒരു വിപ്ലവ പ്രസ്ഥാനവും രൂപപ്പെട്ടു. ഇത് ചാരന്മാര് വഴി അറിഞ്ഞ ജീമൂത കേതു രാജാവ് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, കുമാര, രാജ്യത്ത് വിപ്ലവം വർദ്ധിച്ചു വരികയാണ്. ജനങ്ങൾക്കിടയിലുള്ള അസംതൃപ്തി നമുക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നു. ഒരു കൂട്ടം വിപ്ലവകാരികൾ രാജാവിനെയും കുടുംബത്തെയും വധിക്കാൻ തന്നെ തയ്യാറെടുത്തുകൊണ്ട് പുറപ്പെടുകയാണെന്നാണ് ചാരന്മാർ വഴി നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. എന്ത് ചെയ്യണം? ജീമൂതവാഹനം പറഞ്ഞു, പിതാവേ, അങ്ങയുടെ ഒരു ആജ്ഞ മതി. ഞാൻ തന്നെ ഒരുങ്ങിച്ചെന്ന് ഈ വിപ്ലവകാരികളെല്ലാം വധിച്ചു കളയാം, അമർച്ച ചെയ്യാം. രാജ്യത്തെ എല്ലാ അക്രമങ്ങളും ഞാൻ അമർച്ച ചെയ്യാം. പക്ഷേ ജീമൂതകേതു ആലോചിച്ചത് മറ്റു തരത്തിലാണ്. രാജാവ് പറഞ്ഞു, മകനെ, നമ്മളുടെ രാജാവ് എന്നുള്ള നിലയ്ക്കുള്ള പ്രധാന കർത്തവ്യം പ്രജകളുടെ പരിപാലിക്കുകയാണ്, അവരെ സംരക്ഷിക്കുകയാണ്. അതിന് പകരം രാജാവ് തന്നെ വാളുമെടുത്ത് പ്രജകളെ മുഴുവൻ കൊല്ലാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ അതങ്ങനെ രാജധർമ്മമാവും. അത്തരൊരു പ്രവൃത്തിയെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ ജീമൂതവാഹനം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. രാജഭരണം ബന്ധുജനങ്ങളെ ഏൽപ്പിച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും തപസ്സിനായിട്ടോ മറ്റോ പർവ്വത സാനുക്കളിലേക്ക് യാത്രയാവാം. അവിടെ ഒരു ആശ്രമമൊക്കെ സ്ഥാപിച്ച് നമുക്ക് സമാധാനമായിട്ട് അവിടെ കഴിയാം.
ഈ നിർദ്ദേശം ജീമൂത കേതുവിന് ഇഷ്ടമായി. അങ്ങനെ അല്പം സമയം കൊണ്ട് തന്നെ രാജഭരണമൊക്കെ ബന്ധുജനങ്ങളെ ഏൽപ്പിച്ച് അവർ രണ്ടുപേരും കൂടി മലയപർവ്വത സാനുക്കളിലുള്ള ഒരു ഗുഹാപ്രദേശത്തേക്ക് താമസം മാറ്റി. അവിടെ ഒരു ആശ്രമമൊക്കെ പണിത് അച്ഛനും മകനും കൂടി അവിടെ താമസമായി. ജീമൂത കേതു പ്രാർത്ഥനകളിലും മറ്റുമൊക്കെ മുഴുകി ഒരു യഥാർത്ഥ തപസ്വിയെ പോലെ ജീവിച്ചിരുന്നു. ജീമൂതവാഹനൻ പക്ഷെ തൻ്റെ യൗവനകാലമൊക്കെ ആയതുകൊണ്ട് തപസ്സിലേക്കൊന്നും തിരിഞ്ഞില്ല. പുള്ളി ആ പ്രദേശങ്ങളൊക്കെ ചുറ്റി നടന്ന് കാണാനൊക്കെ ഇടയായി. അങ്ങനെ ഒരു ദിവസം വിനോദത്തിന് വേണ്ടി ചുറ്റി നടക്കുന്നതിനിടയിൽ ഒരു ദേവീ ക്ഷേത്രത്തിന്റെ മുമ്പിലെത്തി. ആ ദേവീ ക്ഷേത്രത്തിന്റെ അവിടെ ഒരു കുമാരി മനോഹരമായ സ്വരത്തില് ദേവീ സ്തുതികൾ പാടി ഭജന ഇരിക്കുന്നത് കണ്ടു. രാജകുമാരൻ കുറേ നേരം അതിനെ നോക്കിക്കൊണ്ടിരുന്നു. ഭജനയൊക്കെ കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയ രാജകുമാരി കാണുന്നത് തൊട്ടു മുമ്പിൽ നിൽക്കുന്ന കുമാരനെയാണ്. പ്രഥമ ദൃഷ്ട്യാ തന്നെ അവർ തമ്മിൽ അനുരാഗം വളർന്നു. പക്ഷെ സ്വതസിദ്ധമായ ലജ്ജയോടുകൂടി തൻ്റെ തോഴിമാരോടൊപ്പം ആ കുമാരി അവിടെ നിന്ന് മറഞ്ഞു. കണ്ണിൽ നിന്ന് ആ കുമാരി മായുന്നത് വരെ ജീമൂതവാഹനൻ ആ ദേവീക്ഷേത്രത്തിന്റെ അവിടെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പിറ്റേ ദിവസവും ആ കുമാരി ഭജനയ്ക്ക് വേണ്ടിയിട്ട് ആ ദേവീക്ഷേത്രത്തിലെത്തി. ജീമൂതവാഹനൻ നേരത്തെ തന്നെ അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഭജന തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ജീമൂതവാഹനൻ ആ കുമാരിയുടെ തോഴിമാരിൽ ഒരാളെ രഹസ്യമായിട്ട് അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു, ഞാൻ ചോദിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിലും എൻ്റെ ആകാംക്ഷ എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദയവായി പറയാമോ ഈ കുമാരി ആരാണെന്ന്? അപ്പൊ ആ തോഴി വളരെ വിനയത്തോടുകൂടി പറഞ്ഞു, അല്ലയോ കുമാര, അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മലയ രാജാവിൻ്റെ മകളായ മലയവതിയാണ് ഈ കുമാരി. ഈ കുമാരിയുടെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് കുമാരിക്കൊരു വരനെ ലഭിക്കുന്നതിന് വേണ്ടി ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ഈ ദേവീക്ഷേത്രത്തിൽ വന്ന ദിവസവും ഭജനയിരിക്കുകയാണ്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ കുമാരൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ ആ തോഴി ചോദിച്ചു, അങ്ങ് ആരാണ്? ഇവിടെ അധികം കണ്ടിട്ടില്ലല്ലോ. ജീമൂതവാഹനൻ തൻ്റെ ചരിത്രമൊക്കെ എന്താണ് സംഭവിച്ചതെന്നൊക്കെ വളരെ ചുരുക്കി ആ തോഴിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അന്നും അവർ തമ്മിൽ പരസ്പരം കണ്ടു. ആ കുമാരി രാജകുമാരി മലയവതി രാജകുമാരി തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പോയി. രണ്ടുപേർക്കും കുറച്ച് ദിവസമായിട്ട് രാത്രി ഉറക്കം ശരിയാവുന്നില്ല. കാരണം പരസ്പരം അനുരാഗം വളർന്നു കഴിഞ്ഞല്ലോ. രാജകുമാരിയുടെ ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ മലയ രാജാവ് തോഴീനെ അടുത്ത് വിളിച്ചിട്ട് കുമാരിയുടെ തോഴീനെ അടുത്ത് വിളിച്ച് ചോദിച്ചു, എന്താ കാര്യം? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കുമാരിയുടെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ. ഊണിനും ഉറക്കത്തിനും ഒക്കെ എന്തോ ബന്ധമുള്ളവർ തോന്നുന്നത്. എന്താ കാര്യം? തോഴി ഉണ്ടായ കാര്യങ്ങളൊക്കെ മലയ രാജാവിനോട് പറഞ്ഞു. മലയ രാജാവ് ഉടനെ തൻ്റെ പുത്രനായ മിത്രാവസുവിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ആ മലയപർവ്വതത്തിന്റെ പർവ്വത സാനുക്കളിൽ ഒരു ആശ്രമം കെട്ടി താമസിക്കുന്ന ആൾക്കാരെ കുറിച്ചുള്ള എല്ലാ വിവരവും അറിഞ്ഞു വരണം. മിത്രസാനു ഉടനെ പുറപ്പെട്ടു. മിത്രാസാനു അവിടെ എത്തി ആശ്രമത്തിൽ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും അറിഞ്ഞു തിരിച്ചു വന്ന് രാജാവിനോട് പറഞ്ഞു, പിതാവേ, അവിടെ താമസിക്കുന്നത് ഗന്ധർവ രാജ്യത്തെ രാജാവായിരുന്ന ജീമൂതകേതുവും മകൻ ജീമൂതവാഹനുമാണ്. അവരുടെ രാജ്യത്ത് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട കാരണം അവര് രാജ്യഭാരണം ബന്ധുക്കളെ ഏൽപ്പിച്ച് തൽക്കാലം ഇവിടെ ഒരു ആശ്രമത്തിൽ ജീവിക്കുകയാണ്. പക്ഷെ ആശ്രമവാസം ഉണ്ടെന്ന് വെച്ചിട്ട് അവർക്ക് യാതൊരുവിധ അല്ലലുമില്ല. ആ ജീമൂതകേതു ആണെങ്കിൽ പരമസാത്വികനായ ഒരു ഭക്തനായിട്ട് മാറിക്കഴിഞ്ഞു. ജീമൂതവാഹനാണെങ്കിലോ അതികോമളനും ദൃഢഗാത്രനുമായ സുന്ദരനായ ഒരു യുവാവുമായി. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ മലയ രാജാവ് മിത്രവസുവിനോട് പറഞ്ഞു, നീ പോയി സൈന്യസമേതം ആ ജീമൂതവാഹന കുമാരനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. അധികം താമസിയാതെ ജീമൂതവാഹനനെ മലയ രാജാവിന്റെ സമക്ഷം ഹാജരാക്കപ്പെട്ടു. ജീമൂതവാഹനന്റെ വിനയത്തോടുകൂടിയുള്ള പെരുമാറ്റവും കുലീനത്വവും പാണ്ഡിത്യവും ഒക്കെ മനസ്സിലാക്കിയ മലയ രാജാവിന് അത്യന്തം സന്തോഷമായി. രണ്ടുപേരുടെയും ആഗ്രഹപ്രകാരം അധികം താമസിയാതെ തന്നെ മലയവതി രാജകുമാരിയെ ജീമൂതവാഹനന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. വിവാഹശേഷം ജീമൂതവാഹനൻ പത്നിയായ മലയവതിയോടും തൻ്റെ
ഭാര്യയുടെ സഹോദരനായ മിത്രാവസുവിനോടൊപ്പം തൻ്റെ ആശ്രമത്തിലേക്ക് തിരികെ യാത്രയായി. അവിടെ 2-3 ദിവസം താമസമൊക്കെ കഴിഞ്ഞ ഒരു ദിവസം മിത്രാവസുവും ജീമൂതവാഹനും കൂടി ചുറ്റിക്കറങ്ങാൻ പർവ്വത സാനുക്കളിലൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വെളുത്ത മല പോലെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നത് കണ്ടു. ജീമൂതവാഹനം ചോദിച്ചു, മിത്രാവസു, ഇതെന്താ അത് ഇങ്ങനെ മല പോലെ വളർന്നു കിടക്കണ്ടല്ലോ, ഇതെന്തോ ജീവികളുടെ അവശിഷ്ടങ്ങളോ എല്ലും തോലും ഒക്കെയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. മിത്രാവസു പറഞ്ഞു, ശരിയാണ് കുമാര, ഇത് ഗരുഡൻ, പക്ഷിരാജൻ ഗരുഡൻ സർപ്പങ്ങളെ കൊന്നു തിന്ന് തള്ളിയിട്ട് അവയുടെ അവശിഷ്ടങ്ങളാണ്. അവയുടെ എല്ലും തോലും പിന്നെ തലച്ചോറൊക്കെയാണ് കിടക്കുന്നത്. വർഷങ്ങളായിട്ട് ഗരുഡന്റെ രീതിയാണത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജീമൂതവാഹന് വല്ലാത്ത വിഷമം തോന്നി. ജീമൂതവാഹനം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എനിക്ക് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുള്ള സമയമായി, അത് കുറച്ച് നേരം പിടിക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, അങ്ങ് തിരിച്ചു പോയിക്കോളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ജീമൂതവാഹനൻ മുന്നോട്ട് നടന്നു. മിത്രാവസു സ്വന്തം സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. ജീമൂതവാഹനം മുന്നോട്ട് നടന്ന് കുറച്ച് ദൂരം എത്തിയപ്പോൾ ഒരു വലിയ പേരാല് കണ്ടു. ആ പേരാലിന്റെ ചോട്ടിലുള്ള തറയിൽ, അതിന്റെ വേരിന്റെ തറയിൽ പോയിരുന്നു. കുറച്ചു നേരം അങ്ങനെ അവിടെ ഇരുന്ന് ധ്യാനിക്കുന്നതിനിടയിൽ ആരോ കരയുന്നു വെച്ചു. കരച്ചിൽ എവിടുന്നാ വരണേന്ന് അന്വേഷിച്ച് തപ്പി നടന്നു നോക്കുമ്പോൾ തോറും കരച്ചിൽ ഉച്ചത്തിലായി. നോക്കുമ്പോൾ അതിന് കുറച്ചപ്പുറത്തുള്ള ഒരു മാളത്തില് ഒരു പെൺ സർപ്പം അലമുറയിട്ട് കരയുന്ന ഒച്ചയാണ് കേട്ടത്. ഉടനെ ജീമൂതവാഹനൻ സർപ്പത്തിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എന്തിനാണ് ഭവതി കരയുന്നത്, എന്തുണ്ടായേ, എന്ത് സംഭവം ഉണ്ടായേ? അപ്പോ ആ സർപ്പം പറഞ്ഞു, കുമാര, ഞങ്ങളുടെ നാഗങ്ങളുടെയും പാമ്പുകളുടെയും വർഗവും ഗരുഡൻ, പക്ഷിരാജൻ ഗരുഡനുമായിട്ടുള്ള ശത്രുത വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഗരുഡൻ ധാരാളം പാമ്പുകളെ ദിവസേന കൊന്നു തള്ളിയിരുന്നു. അവസാനം ഞങ്ങളുടെ വർഗം തന്നെ ഇല്ലാതാവുന്നു മനസ്സിലായപ്പോൾ നാഗരാജാവും മറ്റുള്ളവരും ഗരുഡനെ സമീപിച്ച് ഒരപേക്ഷ മുൻപിൽ വെച്ചു. ഒരു ദിവസം ആരെങ്കിലും ഏതെങ്കിലും ഒരു സർപ്പത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു സർപ്പം സ്വമേധയാ ഗരുഡന് ഭക്ഷണമാവാം. അന്നത്തെ ദിവസം ഗരുഡൻ മറ്റ് സർപ്പങ്ങളെ ഒന്നും കൊന്നു തിന്നാൻ പാടില്ല. ഗരുഡൻ ഈ വ്യവസ്ഥ അംഗീകരിച്ചു. അങ്ങനെ ഞങ്ങൾ നാഗങ്ങളുടെ, സർപ്പങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് ഓരോ ദിവസവും ഓരോ സർപ്പത്തിനെ വെച്ച് ഗരുഡൻ ഭക്ഷണമാക്കുമായിരുന്നു. ഇന്ന് എൻ്റെ മകന്റെ ഊഴമാണ്. ഇന്ന് ഗരുഡന് ബലി നൽകേണ്ടത് എൻ്റെ മകനാണ്. എനിക്കാണെങ്കിൽ എൻ്റെ ഭർത്താവിനെ നേരത്തെ നഷ്ടപ്പെട്ടു, മറ്റു മക്കളോ ആശ്രയിക്കാൻ ആരുമില്ല. ഇവനും കൂടി പോയി കഴിഞ്ഞാൽ ഞാൻ അനാഥയായി പോകുമല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് കരഞ്ഞതാണ്. ഇത് കേട്ട ജീമൂതവാഹനം പറഞ്ഞു, അമ്മേ, ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, അങ്ങയുടെ മകന് ഒരു ആപത്ത് സംഭവിക്കില്ല. അവന് പകരം ഇന്ന് ഗരുഡന് ഞാൻ ഭക്ഷണമായിക്കൊള്ളാം, എൻ്റെ ജീവൻ തന്നെ ഞാൻ ബലിയർപ്പിച്ചോളാം. ഇത് കേട്ട അമ്മ സർപ്പം പറഞ്ഞു, അയ്യോ, വേണ്ട വേണ്ട വേണ്ട, എൻ്റെ മകന്റെ ജീവൻ ഒരു ദിവസത്തേക്ക് നീട്ടിക്കിട്ടുന്നതിന് വേണ്ടി അങ്ങേപോലെ യൗവനയുക്തനായ ഒരു കുമാരൻ വെറുതെ ജീവൻ ത്യാഗം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, ഞാനത് സമ്മതിക്കില്ല. അങ്ങനെ അവർ തമ്മിൽ തർക്കമായ സമയത്ത് നമ്മുടെ മിത്രാവസു തിരികെ അവിടേക്ക് എത്തി. മിത്രാവസു ഈ തർക്കമൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, ഞാൻ ബലിയർപ്പിച്ചോളാം, എൻ്റെ ജീവൻ ഗരുഡൻ കൊണ്ടുപോട്ടെ. അങ്ങേപോലെ ജീമൂതവാഹന കുമാരനെ പോലെ വളരെ ധാർമ്മികമായ ഉന്നതമായ ചിന്തകളുള്ള ഒരാള് ഈ സമൂഹത്തിന് ആവശ്യമാണ്. എന്നെപ്പോലെ നിസ്സാരനായ ഒരാള് ജീവിച്ചാൽ എന്താ, മരിച്ചാൽ എന്താ, അതുകൊണ്ട് ഞാൻ ബലിയർപ്പിച്ചോളാം, അങ്ങ് ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോളൂ. മിത്രാവസു തർക്കത്തിൽ ഇടപെട്ടു. പക്ഷെ ജീമൂതവാഹനം പറഞ്ഞു, ഞാൻ ഈ അമ്മയ്ക്ക് ആദ്യം വാക്ക് കൊടുത്താണ്. വാക്ക് മാറി പറയുക, ശാസ്ത്രധർമ്മങ്ങൾക്കനുസരിച്ച് ജീവിക്കാതിരിക്കുക എന്നത് ഒരു രാജാവിനും ഭൂഷണമല്ല. അതൊരിക്കലും ഒരാളും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. മിത്രാവസു, നീ തിരിച്ചു പോയിക്കോളൂ. അവസാനം തർക്കത്തിനൊടുവിൽ മിത്രാവസുവിന് മനസ്സിലായി, ഈ ജീമൂതവാഹനോട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. അയാൾ ആകെ നിരാശ പൂണ്ട് തിരിച്ചു നടക്കുമ്പോൾ ആ ദേവീ ക്ഷേത്രത്തിലെത്തി അവിടെ ദേവിയോട് മനമൊരുകി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് ഹുങ്കാരമായ ഒരു ശബ്ദത്തോടു കൂടി ഒരു വലിയ വിമാനം താഴേക്ക് ഇറങ്ങി വരുന്ന മാതിരി ഗരുഡൻ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ ഭക്ഷണം കിട്ടാൻ വൈകിയ ദേഷ്യത്തോടു കൂടിയാണ് ഗരുഡൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. വന്ന പാടെ അവിടെ നിൽക്കുകയായിരുന്ന ജീമൂതവാഹനെ
കൊക്കിലൊതുക്കിക്കൊണ്ട് തിരിച്ച് ആകാശത്തേക്ക് പറക്കാൻ തുടങ്ങി. ഗരുഡന്റെ മൂർച്ചയേറിയ കൊക്കുകൾ നെഞ്ചിൽ ആഴത്തിൽ പതിഞ്ഞ അവന്റെ വിരലുകള്, നഖങ്ങള് ശരീരത്തിൽ ആഞ്ഞു പതിച്ച ജീമൂതവാഹനന്റെ ശരീരത്തിൽ നിന്നും രക്തം ചാലുകളായി ഒഴുകി താഴെ ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങി. ആ വേദന കൊണ്ട് ജീമൂതവാഹനൻ കിടന്ന് പൊളയണുണ്ട്. ഈ സമയം അവിടേക്ക് ഓടിയെത്തിയ മിത്രാവസു ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലയോ പക്ഷിരാജൻ, അങ്ങ് ആള് മാറിപ്പോയി. ഇന്ന് അങ്ങയ്ക്ക് ഭക്ഷണമാവേണ്ട ഞാനാണ്, അങ്ങ് മറ്റൊരാളെയാണ് കൊത്തിയെടുത്തുകൊണ്ട് പറക്കണത്. ഇത് കേട്ട ഗരുഡന് ഒരു അബദ്ധം പറ്റിയോ സംശയമായി. ജീമൂതവാഹനെ കൊണ്ട് തിരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ജീമൂതവാഹന്റെ ദേഹത്തുനിന്ന് രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങി അയാൾ അർദ്ധപ്രാണനായി കഴിഞ്ഞു. ഉടനെ ചോദിച്ചു, രണ്ടുപേരെ മാറി മാറി കണ്ടപ്പോൾ ഗരുഡന്റെ സംശയമായി, ഞാൻ ഒന്നുകിൽ ഒരു ബ്രാഹ്മണനെ കൊന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ക്ഷത്രിയനെ. രണ്ടും പാപമാണ്, സർപ്പങ്ങൾക്ക് പകരമാണല്ലോ ഇവരെ ചെയ്യുന്നത്. ഉടനെ ചോദിച്ചു, അല്ലയോ കുമാര, അങ്ങിങ്ങനെ സ്വന്തം ജീവൻ കളയാൻ വേണ്ടി ഉണ്ടായ കാരണം എന്താണ്? അപ്പോ ജീമൂതവാഹനം പറഞ്ഞു, ആ മരങ്ങളെ നോക്കൂ, തലയുയർത്തി ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന വലിയ മരങ്ങൾ വരെ സൂര്യന്റെ ചൂടും വെയിലുമേറ്റ് നിൽക്കുകയാണ്. പക്ഷേ തൻ്റെ സമീപത്തേക്ക് വരുന്ന ഏത് ജീവജാലങ്ങൾക്കും തണലും കുളിർക്കാറ്റുമേകിയാണ് അവ സ്വീകരിക്കുന്നത്. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ജീവൻ കൊണ്ട് എന്ത് കാര്യം? ഈ ജീവിതം വെറും വിഫലമാണെന്നാണ് ആ മരങ്ങൾ വരെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതായിരുന്നു ജീമൂതവാഹന്റെ ഉത്തരം. ഇത് കേട്ട ഗരുഡന്, പക്ഷിരാജാവിന് വളരെയധികം സന്തോഷമായി. സംതൃപ്തിയോടുകൂടി ഗരുഡൻ ജീമൂതവാഹനോട് പറഞ്ഞു, അങ്ങയുടെ ഈ സൽപ്രവർത്തിയിൽ എനിക്ക് വലിയ സന്തോഷമായി. ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിക്കാൻ തയ്യാറാവുന്ന വളരെ അപൂർവം പേരെ ഈ ലോകത്തുണ്ടാവുള്ളൂ. എല്ലാവരും സ്വന്തം ജീവന് വേണ്ടി, സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എന്ത് ഹീനകൃത്യവും ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാരാണ്. അങ്ങനെയുള്ള ഈ സമൂഹത്തില് അങ്ങയെപ്പോലെയുള്ള ആൾക്കാർ വളരെ വിരളമാണ്. അങ്ങക്ക് എന്ത് വരമാണ് വേണ്ടത്? എന്തും ചോദിച്ചോളൂ, ഞാൻ തരാം. ജീമൂതവാഹനൻ ഒട്ടും സംശയിക്കാതെ പക്ഷിരാജനോട് പറഞ്ഞു, അല്ലയോ പക്ഷിശ്രേഷ്ഠ, എനിക്ക് മറ്റൊരു വരവും വേണ്ട. അങ്ങ് ഇതുവരെ കൊന്നു തള്ളിയിരിക്കുന്ന എല്ലാ സർപ്പങ്ങളെയും പുനരുജ്ജീവിപ്പിക്കണം. മാത്രമല്ല, ഇനി മുതൽ സർപ്പങ്ങളെ ഭക്ഷിക്കുകയില്ല എന്ന ഒരു സത്യവും ചെയ്യണം. ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം ഗരുഡൻ തിരികെ പറന്നു. പാതാള ലോകത്ത് ചെന്ന് മൃതസഞ്ജീവനി ജലം തിരികെ കൊണ്ടുവന്ന് അവിടെ ആ മല പോലെ കൂടിക്കിടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ മേത്തേക്ക് ഈ മൃതസഞ്ജീവനി വെള്ളം തളിപ്പിച്ചു. ആ മൃതസഞ്ജീവനി ജലം വീണതോടുകൂടി ആ മരിച്ചുപോയ സർപ്പങ്ങളെല്ലാം ജീവൻ തിരിച്ചു കിട്ടി ഭൂമിയിലേക്ക് തിരിച്ചു വന്നു. മാത്രമല്ല, ഇനി മുതൽ സർപ്പങ്ങളെ ഭക്ഷണമാക്കുകയില്ല എന്നൊരു പ്രതിജ്ഞയും ഗരുഡൻ സ്വീകരിച്ചു. വളരെ സന്തോഷമായി, സർപ്പങ്ങൾക്കും മറ്റെല്ലാവർക്കും വലിയ സന്തോഷമായി. എല്ലാവരും ജീമൂതവാഹനെ പ്രകീർത്തിക്കാൻ തുടങ്ങി. അപ്പൊ ഗരുഡൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ജീമൂതവാഹന, അങ്ങയുടെ പ്രവൃത്തി ലോകം മുഴുവൻ അറിയപ്പെടും. മാത്രമല്ല, ഈ സൽപ്രവൃത്തി കാരണം അങ്ങേക്ക് നഷ്ടപ്പെട്ട രാജ്യവും രാജ്യഭരണവും തിരികെ കിട്ടാൻ ഇടയാവുകയും ചെയ്യും. ഇതും പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് ഗരുഡൻ തിരിച്ച് മഹാവിഷ്ണുവിന്റെ സന്നിധിയിലേക്ക് പറന്നു. കഥ ഇത്രയും പറഞ്ഞു നിർത്തിക്കൊണ്ട് വേതാളം വിക്രമാദിത്യനോട് തൻ്റെ പതിവ് ചോദ്യം എടുത്തിട്ടു. ഇത്തവണ വേതാളത്തിന്റെ ചോദ്യം ഇതായിരുന്നു, അല്ലയോ വിക്രമാദിത്യ രാജാവേ, ഇവരിൽ ആരുടെ പ്രവൃത്തിയാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത്? ആരുടെ ത്യാഗമാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത്? ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് എന്താണ് ഉത്തരം തോന്നുന്നത്? നമുക്ക് നമ്മുടെ ചോദ്യോത്തര പങ്ക്തി വീണ്ടും ആരംഭിക്കാം. എന്താ, ജീമൂതവാഹനന്റെ ത്യാഗമാണോ, അതോ വേറെ ഏതെങ്കിലും ആൾക്കാരുടെ പ്രവൃത്തിയാണോ? ഗരുഡന്റെ പ്രതിജ്ഞയാണോ, അതോ മിത്രാവസുവിന്റെ പ്രവൃത്തിയാണോ? ആരുടെ പ്രവൃത്തിയാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത്? ഉത്തരം ആലോചിച്ച് അറിയിക്കാമോ? നമുക്ക് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.